നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഒരാഴ്ചക്ക്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ടു മനസ്സിലായി ഉണ്ടാവും. നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഒരാഴ്ചക്ക്. എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയാണ് 13th. സോ ഇപ്രാവശ്യം ഞാനും പൊങ്കാല ഇടാൻ പോവുകയാണ്. ഒരു 3 days ട്രിപ്പാണ്. 11th പോയിട്ട് 13th പൊങ്കാലയൊക്കെ ഇട്ട് 2 days കിട്ടിയിരിക്കും. ഒരു 1 week പ്രോഗ്രാം. സോ ഇന്ന് സൺഡേ ആണ്. ഇത് പെട്ടെന്നാണ് തീരുമാനിച്ചത്. എന്താ പറയുക, മുന്നേ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ആയി ആഗ്രഹിക്കുന്നു പൊങ്കാല ഇടണമെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷവും നടന്നില്ല, എൻ്റെ മുന്നത്തെ വർഷവും നടന്നില്ല. ഓക്കെ, സോ എന്തായാലും ഇപ്രാവശ്യം പോകുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ഞാൻ, അമ്മ, പിന്നെ കുറച്ച് റിലേറ്റീവ്സ് അവരും ഉണ്ട്. ഇപ്പോൾ ഒരു 5-6 പേരാണ് തോന്നുന്നു. നമ്മളിങ്ങനെ വണ്ടിയെടുത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ലീവ് കിട്ടിയില്ല. സോ ഏട്ടൻ ഈസ് നോട്ട് കമ്മിങ്. ഇവിടെ ആൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫൈനലാണല്ലോ, ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സൺഡേ കൂടെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഒരു 7:35 ഒക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റ് പോകുന്നത്. ഒരു 4:45-5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ആ ടൈം ഇറങ്ങിയാൽ മതി, എയർപോർട്ട് കൂടെ അടുത്തായത് കാരണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയി വ്ളോഗ് എടുത്തിട്ട്. ഐ തിങ്ക് ലാസ്റ്റ് വ്ളോഗ് ഇട്ടിട്ട് ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞു പോകുന്നു ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ. 1 മാസം 2 മാസമൊക്കെ ആവാറായെന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ്, അപ്പോൾ ഇന്ന് എനിക്ക് വ്ളോഗ് എടുക്കാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ വ്ളോഗ് എന്തായാലും കാണണം കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ആറ്റുകാൽ പൊങ്കാല. അതുകൂടാതെ നമ്മൾ വേറെ പോണ വഴിക്ക് വേറെ അമ്പലങ്ങളിലും പോകണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയില്ല എങ്ങനെ എന്താന്നുള്ളതൊക്കെ. പെട്ടെന്ന് ഹറിബറിയിൽ പോയി എന്തൊക്കെ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ പെട്ടിയൊക്കെ അവിടെ പാക്കായി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇന്നലെ സാധനങ്ങളൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. കാരണം ഈ പൊങ്കാല ഇടുമ്പോൾ എല്ലാം പുതിയത് ഇടണമെന്നോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോൾ രാവിലെ ഇതിപ്പോൾ കുറച്ച് മുന്നെയാണ് നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് കാണാം. ഞാൻ ഒരു Day 1, Day 2, Day 3 അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇടാൻ നോക്കാം എങ്ങനെ എന്താ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഇവിടെ ആണെങ്കിൽ തണുപ്പിലിരുന്ന് നമ്മൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നല്ലോ. ഇപ്പോൾ ചൂടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇവിടെയും ചെറുതായി ചൂട് തുടങ്ങുക മീൻസ് അധികമില്ല. ഇന്നിപ്പോൾ നല്ല മൂടി നിൽക്കുന്നുണ്ട്, മഴയൊക്കെയാണ് ഇവിടെ. നാട്ടിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കും അറിയില്ല. എനിവേസ്, അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ്, ഇപ്പോൾ ഉച്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ റെഡിയൊക്കെ ആയ ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇൻട്രോ ഞാൻ ഇപ്പോൾ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് ചിലപ്പോൾ സമയം കിട്ടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ കാണാം. നമ്മൾ റെഡിയായി. ഇപ്പോൾ ഒരു 30 minutes ഉണ്ട്, ഇനിയുണ്ട്, സമയമുണ്ട്. ഞാൻ പിന്നെ നേരത്തെ റെഡിയായിരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് നാട്ടിൽ പോയിട്ട് വരാം ഒരാഴ്ചത്തേക്ക്. ഓക്കെ, ഇന്ന് ഞാൻ ഭയങ്കര എന്താ പറയുക, ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. കാരണം ഇവിടെയും ചൂട് ഇപ്പോൾ കുറയാൻ തുടങ്ങി. ഇന്നിപ്പോൾ മഴയായിരുന്നു കുറച്ച് നേരത്തേക്കൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉള്ള ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്, ഷോർട്ട് കുർത്തി പോലത്തെ. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ ഏട്ടനോട് ഇരിക്കുന്നുണ്ട്. ഏട്ടനും ഇനി റെഡി ആവണം. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോയിട്ട് വരാം. വേറെ എന്താ ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇറങ്ങുമ്പോൾ വലുതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്തായാലും നമുക്കിന്നിപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ കാണാം കുറച്ച് ദിവസത്തേക്ക്. ഓക്കെ, അപ്പം ഇനി ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും പറയാനുണ്ടോ? പെട്ടെന്ന് തിരിഞ്ഞ് എന്താ പോയിട്ട് വന്നോ? 6 ആയിരുന്നോ? അവിടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇതിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം, ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ബൈ, പോയിട്ട് വരാം. ഞങ്ങൾ മെല്ലെ എയർപോർട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. താഴെ വണ്ടി വരാറായി. ഓക്കെ, ഇപ്പോൾ നമുക്ക് താഴെ കാണാം കേട്ടോ.
നമ്മൾ എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നിങ്ങളെ 2 ദിവസം കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ. ആ ഓക്കെ. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറാൻ പോവാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ മാത്രമേ കാണുള്ളൂ, ഇദ്ദേഹത്തിനെ കാണുന്നതായിരിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ബ്ലാക്കാണ് പറയൂ. അപ്പോൾ ശരി, കാണാം. അപ്പോൾ ഞാൻ രാവിലെ 4:15 എത്തി. പിന്നെ ഉറങ്ങി എണീറ്റ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല അവിടെ എത്തിയ ശേഷം. ഇപ്പം ഞങ്ങൾ പുറത്തു പോകാൻ പോവുകയാണ്. കാരണം പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കണം. പിന്നെ ചെനക്കത്തൂർ പൂരമാണ് 12-ാം തീയതി. സോ അവിടെ ഒന്ന് തൊഴുകാൻ പോകണം. അപ്പോൾ നോക്കാം. അപ്പോൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു അച്ഛമ്മയും കൂടി ഉണ്ട്. സോ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കാണാം.
അത്രയും ഉണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം മീൻസ് നാളെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണ്. സോ നമ്മൾ പോണ വഴിക്ക് വേറെ കുറേ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. മോസ്റ്റ് ഫേമസ് അമ്പലങ്ങളിലാണ് പോകുന്നതാണ് കേട്ടത്. ഓക്കെ, സോ ഇനിയിപ്പോൾ നാളെ കാണാം. ഈ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. സോ ദാറ്റ് ഐ ക്യാൻ കണ്ടിന്യൂ ടുമോറോ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. തന്നെ 10 കാലം കണ്ടായി. ഇനിയിപ്പോൾ ഉറങ്ങണം. 2 മണിക്ക് എണീക്കണം. 2:30 എണീക്കണം. കാരണം 4:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണാം. സോ അപ്പോൾ ഇനി ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള അതിന് മുന്നേ വേറെ അമ്പലങ്ങളിലും പോകുന്നത് അവിടെ വെച്ച് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ta-ra, bye, good night.